നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഉണർവിനും പുതിയ സാങ്കേതിക വിദ്യകൾ വിരളമെന്ന് പരാതി. സാങ്കേതിക വിദ്യകൾ വിവിധ തൊഴിൽ മേഖലകളിൽ സജ്ജമാക്കുന്നതിനൊപ്പം യുവ കർഷകരെ പ്രാദേശിക തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും നിലവിലെ കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടതിനും വിവിധ പദ്ധതികൾ അനിവാര്യം. HUCN അന്വേഷണ പരമ്പര തുടരുന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ അനുവദിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുവാനും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞ ഒരു സേനാ വിഭാഗമായി SPC വളർന്നു കഴിഞ്ഞെന്ന മന്ത്രി. ചിന്നക്കനാലിൽ യുവതിയുടെ പക്കൽ നിന്നും പേഴ്സ് തട്ടിയെടുത്ത് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. അറസ്റ്റിലായത് എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഇലവുങ്കൽ ആരിഷ്. കോടതി വിധിയും തുടർ പ്രതിസന്ധിയും രൂപം കൊണ്ടതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നീലിമംഗലം വനമേഖലയിലെ നിർമ്മാണ ചുവടുകൾ നിലച്ചത് ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് വലിയ പ്രതിസന്ധി. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി റോഡരികിലെ മണ്ണ് നീക്കിയതോടെ ചെറുതും വലുതുമായ നിരവധി മരങ്ങൾ നിൽക്കുന്നത് ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ. ഈ മേഖലയിൽ റോഡ് നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് കാർഷിക മേഖലയാണ്. എന്നാൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഉണർവിനും ഉൽപ്പാദന വർധനയ്ക്കും ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകൾ വിരളമാണ്. സാങ്കേതിക വിദ്യകൾ വിവിധ തൊഴിൽ മേഖലകളിൽ സജ്ജമാക്കുന്നതിനൊപ്പം യുവ കർഷകരെ പ്രാദേശിക തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും നിലവിലെ കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടതിനും വിവിധ പദ്ധതികളും അനിവാര്യമാണ്. HUCN എക്സ്ക്ലൂസീവ്. ജില്ലയുടെ കാർഷിക പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏലം, കുരുമുളക്, കാപ്പി, തേയില തുടങ്ങി രാജ്യത്ത് ഏറ്റവും അധികം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ നിന്നാണ്. ഏറ്റവും ഗുണമേന്മയുള്ള ഏലക്കായും കുരുമുളകും തേയിലയും ഇടുക്കിയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഉണർവിനുമായി ഉൽപ്പാദന വർധനയ്ക്ക് ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകൾ വിരളമാണ്. നമ്മുടെ ഇവിടുത്തെ ഉൽപാദന ചെലവ് അത്യന്തം കൂടി നിൽക്കുന്ന ഒരു ക്രോപ്പാണല്ലോ കാട്. നമ്മൾ ഏലം ഇവിടെ നേരെ മറിച്ച് ഗോട്ടിമാലയിൽ വളരെ ചെലവ് കുറച്ച രീതിയിലാണ് അവിടുത്തെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വില ഇനി താഴോട്ട് പോയി കഴിഞ്ഞാലും അവർക്കൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് തീർച്ചയായിട്ടും ലാഭകരമായിട്ട് തന്നെ അത് കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. ഇന്ത്യയിൽ നമുക്ക് ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ്. പ്രതിവർഷം ഇടുക്കി ജില്ലയിലെ 3 ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന പണം 450 കോടി രൂപ. കേരളത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും കണക്ക് സർക്കാരിന്റെ പക്കൽ ഇല്ല. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണ് കട്ടപ്പന. കട്ടപ്പന നഗരത്തിന്റെ ഒരു ചെറിയ ഏരിയയിലെ മാത്രം തിരക്കാണിത്. അവധി ദിവസങ്ങളിൽ ഏതാണ്ട് 5000-ത്തിലധികം അതിഥി തൊഴിലാളികളാണ് ഇവിടെ എത്തുന്നത്. ഒരു ജില്ലയിൽ 50,000 തൊഴിലാളികളെ വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് 600 രൂപ കൂലിയെങ്കിൽ 14 ജില്ലയിൽ നിന്നും ഒരു ദിവസം 42 കോടി രൂപ പുറത്തേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഒരു വർഷം അവധി ദിനങ്ങൾ ഒഴിച്ച് 13,230 കോടി രൂപ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നു. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് കേരളത്തിന്റെ നിലനിൽപ്പ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ വഴി കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഏകദേശം 1.5 ലക്ഷം കോടിയോളം രൂപയാണ്. സർക്കാർ മുൻകൈയെടുത്ത് മറ്റ് രാജ്യങ്ങളിലേതുപോലെ യന്ത്രവൽകൃത കൃഷിരീതി അവലംബിച്ചാൽ കാർഷിക മേഖലയ്ക്കെങ്കിലും അത് അല്പം ആശ്വാസമാവും. ഹൈറേഞ്ച് ന്യൂസ്, കട്ടപ്പന. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുവാനും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞ ഒരു സേനാ വിഭാഗമായി SPC വളർന്നു കഴിഞ്ഞെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ പുതുതായി അനുവദിച്ച SPC യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ADNO SR സുരേഷ് ബാബു പരിപാടിക്ക് മുന്നോടിയായി പതാക ഉയർത്തി. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന വിപത്ത് യുവാക്കൾക്കിടയിലേക്കിറക്കം ലഹരി മരുന്നുകളുടെ കടന്നുവരവാണ്. ഇതിനെ പ്രതിരോധിക്കുവാൻ ശക്തമായ ബോധവൽക്കരണമാണ് ആവശ്യം. SPC പോലുള്ള സംവിധാനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ SPC ഇരട്ടയാർ കിട്ടുന്ന ഇതിൻ്റെ കണ്ട് പ്രിയപ്പെട്ട കരുവേലിക്ക് അങ്ങനെ പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഭാവിയിൽ നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയിൽ
വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിൽ 10, 100, 114 സ്കൂളുകളിലായിട്ട് ആരംഭിച്ചതാണ്. ഇന്ന് 1000-ലധികം സ്കൂളുകളിൽ SPC ഉണ്ട്. കേരളത്തിലെ മുഖച്ഛായ മാറ്റാൻ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ പിടിക്കാൻ കഴിയുന്നത് സേനാ വിഭാഗമായി SPC വളർന്നു. വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടായി. നമ്മുടെ സാമൂഹിക രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നല്ല വീക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചിട്ടയായ പരിശീലനം, പരേഡ്, റോഡ് സുരക്ഷാ നിയമങ്ങൾ, നിയമവാഴ്ചയെക്കുറിച്ചുള്ള ബോധ്യം, ഇതെല്ലാം കുട്ടികളിൽ നല്ലവണ്ണം വേരൂന്നാൻ കഴിയത്തക്ക വിധത്തിലുള്ള ട്രെയിനിങ്. ജില്ലാ പോലീസ് സൂപ്രണ്ടും അഡീഷണൽ SP ഉൾപ്പെടെ ഇവിടെ ഉണ്ടല്ലോ. നോർത്ത് ഓഫീസർ സുരേഷ് ബാബു ഇക്കാര്യത്തിൽ കണക്ക് നല്ല താല്പര്യം. നിങ്ങളൊരു പോലീസ് ആകാൻ കഴിയത്തക്ക വിധത്തിൽ നിങ്ങൾ വളർത്തുക. നിയമവാഴ്ച എങ്ങനെയായിരിക്കണം, നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ എങ്ങനെയായിരിക്കണം, സാമൂഹിക ഇടപെടൽ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നമ്മൾ നല്ലവണ്ണം ട്രെയിൻ ചെയ്യാൻ നമുക്ക് കഴിയുന്ന വലിയൊരു പരിശീലന കളരിയായി ഇത് മാറും. സ്കൂളിലെത്തിയ മന്ത്രിയെ കുട്ടികൾ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, ഇടുക്കി ASP ഇമ്മാനുവൽ പോൾ, ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ TC മുരുകൻ, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കി, സ്കൂൾ മാനേജർ ഫാദർ സക്കറിയാസ് കുമ്മണ്ണൂർ പറമ്പിൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി MV, PTA പ്രസിഡന്റ് സിജോ ഇലന്തൂർ, MPTA പ്രസിഡന്റ് ബിനു ജസ്റ്റിൻ, ജിറ്റോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ഒരു സ്കൂളിന്റെ ചിട്ടയായുള്ള പ്രവർത്തനത്തിന് SPC യൂണിറ്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി ഋഷി അഗസ്റ്റിൻ പറഞ്ഞു. ഓരോ കുട്ടികളും കൃത്യതയോടുകൂടി കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ജീവിക്കണം. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ വിപത്താണ് നമ്മൾ കാണാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. തലമുറകളെ തന്നെ തീർത്തു കളയാൻ പ്രാപ്തമാക്കുന്ന ശക്തികളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. നമുക്കത് കണ്ടറിയാൻ തന്നെ പാടുവരും. പണ്ട് മദ്യവും മയക്കുമരുന്നുമായിരുന്നെങ്കിൽ ഇന്ന് രാസവസ്തുക്കളാണ് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള രാസവസ്തുക്കൾ. നല്ലൊരു ബനിയനിട്ട എന്താ കുഴപ്പം? ആ ബനിയനിൽ പോലും അതിൻ്റെ അംശം കാണുന്നു. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ശക്തി വലയം ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനെ തരണം ചെയ്യാൻ പോലീസ് സേനയും എക്സൈസും മാത്രമായാൽ പോരാ. സ്റ്റുഡൻസ് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്ന് നടത്തുമ്പോഴും അതിനോട് ചേർന്ന് നിന്ന് ഗതാഗത വകുപ്പ്, വനം, എക്സൈസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് നല്ലവണ്ണം ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം. ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തിയ മന്ത്രിയെ കേഡറ്റുകൾ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ പദ്ധതി വിശദീകരണം നടത്തി. കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ TC മുരുകൻ, സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ, PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, പ്രിൻസിപ്പൽ മാണി KC, ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചിന്നക്കനാലിൽ യുവതിയുടെ പക്കൽ നിന്നും പേഴ്സ് തട്ടിയെടുത്ത് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഇലവുങ്കൽ ആരിഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ചിന്നക്കനാലിൽ ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്ന യുവതിയുടെ കയ്യിൽ നിന്നുമാണ് ഇയാൾ പേഴ്സ് തട്ടിയെടുത്തത്. തുടർന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഇയാൾ തമിഴ്നാട് തേനിയിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ശാന്തൻപാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തേനിയിൽ നിന്നും പിടികൂടിയത്. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 26,000 രൂപയും പോലീസ് കണ്ടെടുത്തു. പണയം വെച്ച സ്വർണം തിരികെ എടുക്കുന്നതിനായി യുവതി പണവുമായി എത്തിയപ്പോഴാണ് മോഷണം നടന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നെടുങ്കണ്ടം മുണ്ടിയിരുമിയിൽ സ്വകാര്യ ബസ്സിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. നെടുങ്കണ്ടം പാറത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇവരുടെ പക്കൽ നിന്നും 1.25 കിലോ കഞ്ചാവ് പിടികൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത്. പാറത്തോട് സ്വദേശികളായ തോട്ടിപ്പറമ്പിൽ തുകേത്, ബാലാജി ഹൌസിൽ കുമാർ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. കട്ടപ്പന നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു പ്രതികൾ. മുണ്ടിയിരുമയിൽ വെച്ചാണ് എക്സൈസ് സംഘം ബസ്സിൽ നിന്നും ഇരുവരെയും പിടികൂടിയത്. അറസ്റ്റിലായ തുകേത് മുൻപും സമാന കേസുകളിൽ പിടിയിലായിട്ടുണ്ട്.
തോട്ടം മേഖലയിലടക്കം ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് ഇവർ കഞ്ചാവ് കടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ സംഘത്തെ സംബന്ധിച്ചും അന്വേഷണം നടന്നുവരികയാണ്. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. ബസ്സിൽ നിന്നും വീണ വയോധികൻ മരിച്ചു. ശാന്തൻപാറ ചൂണ്ടൽ സ്വദേശി സെൽവരാജാണ് മരിച്ചത്. പൂപ്പാറയിൽ നിന്നും സ്വകാര്യ ബസ്സിൽ കയറിയ സെൽവരാജ് ചൂണ്ടലിൽ എത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ റോഡിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമാ മഹേശ്വരിയുടെ പിതാവാണ് മരിച്ച സെൽവരാജ്. തമിഴ്നാട് തേനിയിൽ ട്രെയിൻ എഞ്ചിൻ ഇടിച്ച് 14 വയസ്സുകാരന് ദാരുണാന്ത്യം. തേനി ബംഗ്ലാമേടിന് സമീപം താമസിക്കുന്ന വടിവേൽ ആനന്ദി ദമ്പതികളുടെ ഇളയ മകൻ ഗോകുലാണ് മരിച്ചത്. വീടിന് സമീപമുള്ള റെയിൽവേ പാളം ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. റെയിൽവേ പാലത്തിന്റെയും ഇലക്ട്രിക് പോസ്റ്റുകളുടെയും അറ്റകുറ്റപ്പണി നടത്തി ബോഡിയിൽ നിന്നും മധുരയിലേക്ക് പോയ ട്രെയിൻ എഞ്ചിനാണ് 14-കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിച്ചു. സംഭവത്തെ തുടർന്ന് ബോഡി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തും. ഗോകുലിന്റെ മൃതദേഹം തേനി സർക്കാർ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. കോടതി വിധിയും തുടർ പ്രതിസന്ധിയും രൂപം കൊണ്ടതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചത് ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി റോഡരികിലെ മണ്ണ് നീക്കിയതോടെ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ ചെറുതും വലുതുമായി നിരവധി മരങ്ങൾ നിൽപ്പുണ്ട്. പലയിടത്തും മുറിച്ച മരങ്ങൾ റോഡിൽ തന്നെ കിടക്കുന്നു. ഈ മേഖലയിൽ റോഡ് നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഹൈറേഞ്ച് നിവാസികൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തുടങ്ങിയതോടെ വൈകാതെ ഇതുവഴി സുഗമമായി യാത്ര സാധ്യമാകുമെന്ന് യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിക്കുന്നവർ സ്വപ്നം കണ്ടു. എന്നാൽ നിലച്ചുരിക്കാതെ ഉണ്ടായ കോടതി ഇടപെടലും തുടർ പ്രതിസന്ധികളും നേര്യമംഗലം വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാറ്റും മഴയും ഉണ്ടായ ആശങ്കയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി റോഡരികിലെ മണ്ണ് നീക്കിയതോടെ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ ചെറുതും വലുതുമായി നിരവധി മരങ്ങൾ നിൽപ്പുണ്ട്. പലയിടത്തും മുറിച്ച മരങ്ങൾ റോഡിൽ തന്നെ കിടക്കുന്നു. നിലവിൽ ഇതുവഴിയുള്ള യാത്ര മുമ്പത്തേക്കാൾ ആശങ്ക നിറഞ്ഞതായി മാറിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നേര്യമംഗലം മുതൽ വാളർ വരെയും റോട്ടിപ്പണിയായി ബന്ധപ്പെട്ട കട്ടിങ് ഇടിക്കുകയും റോട്ടിലിങ്ങനെ മരങ്ങളൊക്കെ വെട്ടി റോട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കാന താത്താൻ വേണ്ടി കട്ടിങ് ഇടിച്ചേക്കണോണ്ട് വലിയ മരങ്ങളൊക്കെയാണ് കട്ടിങ് സൈഡിൽ നിൽക്കുന്നത്. ഏത് സമയത്തും ഈ മഴക്കാലത്ത് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെട്ടിയ മരങ്ങളായാലും റോട്ടിൽ തന്നെ ഇട്ടേക്കണം. ഈ റോഡ് സ്റ്റേ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ ഈ നേര്യമംഗലം വാളർ വരെയും ഈ മഴക്കാലത്തുള്ള യാത്ര ഭയങ്കര ദുരിതയാത്രയാണ്. അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടവരെ അടിയന്തര നടപടി സ്വീകരിക്കണം. ഈ വെട്ടിയിട്ട മരം മാറ്റുകയും ഈ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളെ വെട്ടുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. ഈ മേഖലയിൽ റോഡ് നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുവെങ്കിലും വിഷയത്തിൽ കാര്യമായ മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല. മഴ മാറി മൂന്നാറിന്റെ വിനോദസഞ്ചാര സീസൺ സജീവമാകുന്നതോടെ നേര്യമംഗലം വനമേഖലയിൽ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. മുൻകാലങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ടായി. റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കോടതിയിൽ നിന്നും അനുകൂല നിലപാടിനായുള്ള ശ്രമം ശക്തമാക്കണമെന്നാണ് ആവശ്യം. ഇടുക്കിയുടെ നാടക പ്രതിഭയും സംസ്ഥാന അവാർഡ് ജേതാവുമായിരുന്ന KC ജോർജിന്റെ 1ാം ചരമവാർഷിക ആചരണം സെപ്റ്റംബർ 23-ന് കട്ടപ്പനയിൽ നടത്തും. ഇതിനു മുന്നോടിയായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ KC ജോർജ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20-നാണ് അന്തരിച്ചത്. ഇടുക്കിയുടെ നാടക പ്രതിഭയായിരുന്ന KC വലിയ സൗഹൃദങ്ങളുടെ ഉടമ കൂടിയായിരുന്നു. KCയുടെ വേർപാടിന്റെ 1ാം വാർഷികം സമുചിതമായി ആചരിക്കാനാണ് KC സൗഹൃദ കൂട്ടായ്മയുടെ തീരുമാനം. സെപ്റ്റംബർ 23-ന് കട്ടപ്പനയിൽ അനുസ്മരണ യോഗവും നാടക അവതരണവും നടക്കും. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു നാടക കലാകാരൻ, സിനിമ സീരിയലിലെ സെലിബ്രിറ്റികളുടെ ഒക്കെ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതുപോലെ ഒരു നാടക കലാകാരനെ ഒന്ന് സ്മരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ഇത്ര ആൾക്കാരൊന്നിച്ച് ഇവിടെ വന്ന് കാണുന്ന സമയത്ത് പിന്നെ എനിക്ക് കണ്ണു നിറഞ്ഞുകൊണ്ട് മാത്രമേ നമ്മളോട് സംസാരിക്കാൻ പറ്റൂ. സ്വാഗത സംഘം ചെയർപേഴ്സണായി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയെയും കൺവീനറായി MC ബോബിനെയും തെരഞ്ഞെടുത്തു. ജോയി വെട്ടിക്കുഴി, സാജൻ ജോർജ്, EJ ജോസഫ്, സുഗതൻ കരുവാറ്റ എന്നിവരാണ് രക്ഷാധികാരികൾ.
വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. മലയോര ഹൈവേയുടെ ഭാഗമായ ഉപ്പുതറ പരപ്പ് പാറമടയ്ക്ക് സമീപം വീടിനോട് ചേർന്ന് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കുടുംബം. കോളരിക്കൽ തങ്കച്ചന്റെ വീടിനോട് ചേർന്നാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കരാറുകാർ ശ്രമം നടത്തുന്നത്. ഇങ്ങനെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമെന്ന് തങ്കച്ചൻ പറയുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പരപ്പിനും പാറമടയ്ക്കുമിടയിലാണ് കോളരിക്കൽ തങ്കച്ചന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. 10 സെന്റ് സ്ഥലത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന തങ്കച്ചന്റെ വീടിന്റെ മുൻഭാഗത്തോട് ചേർന്നാണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ ശ്രമം നടത്തുന്നത്. 12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡ് തങ്കച്ചന്റെ വീടിന്റെ ഭാഗത്ത് 1 മീറ്റർ കൂടുതൽ കയറ്റിയാണ് നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം. ഇത്തരത്തിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചാൽ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്ന് തങ്കച്ചൻ പറയുന്നു. പഴയ വാൾ വാർത്ത വെച്ചിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തോട്ട് താഴത്തോട്ട് എൻ്റെ വീടിൻ്റെ സൈഡ് വഴിയെ അവർ വാൾ വാർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഇട്ടോട്ട് വാർത്ത വരാം. അപ്പോൾ അന്നേരത്തിൽ എൻ്റെ വീട് തുറക്കാൻ പോലും 2 ദിവസം തുറക്കാൻ പോലും പറ്റില്ല. വീടുമായിട്ട് വിട്ടു കഴിഞ്ഞിട്ട് അപ്പം ആ പാട എനിക്ക് 10 സെന്റ് തലയും അതിനിടയ്ക്ക് ഇവർ പാറയും പൊട്ടിച്ച് എൻ്റെ പെരയെല്ലാം നശിപ്പിക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് വീടും കൂടെ തുറക്കാൻ പറ്റില്ല. പെരയൊക്കെ തടയും. അവർ പറയുന്നത് പിന്നെ ഒരു സമയത്ത് അത് ശരിയാക്കാമെന്ന് പറയുന്നതാണ്. അപ്പോൾ അത് നടക്കത്തില്ല. പിന്നെ അത് കാരണം ഈ എല്ലാം അവർക്ക് അളവ് കൊടുത്തിരിക്കുന്ന അത് കാരണം അവർക്ക് താഴത്തോട്ട് തന്നെ പണിയണമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ എൻ്റെ വീടുമായിട്ട് ഒത്തിരി അടുത്ത് വന്നു. എനിക്ക് ആ 2 കഥ പോലും തുറക്കാൻ മേലാത്ത കേസ് അമ്മാനില്ല. എനിക്ക് അവിടെ ഇച്ചിരി ഇറ കിട്ടും. ഒരു 5-6 അടി എനിക്ക് ഇറ കിട്ടും. വാൾ വാർത്ത് പോകുക അല്ലെങ്കിൽ നമുക്ക് ആ കഥ പോലും തുറക്കാൻ പറ്റും. നിലവിലുള്ള കോൺക്രീറ്റ് വാൾ നിൽക്കുന്ന രീതിയിൽ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ മതിയെന്നറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് തങ്കച്ചന്റെ പരാതി. ഇതോടൊപ്പം മേഖലയിൽ വ്യാപകമായി പാറ പൊട്ടിച്ചതിനാൽ വീടിന് കേടുപാടുള്ളതായും തങ്കച്ചൻ പറഞ്ഞു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും ഈ മാസം 10 അടിമാലിയിൽ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും നടക്കും. അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 ജില്ലാ കൺവെൻഷൻ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും അതുപോലെ തന്നെ കുടുംബസംഗമവും ആഗസ്റ്റ് 10 ഞായറാഴ്ച അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ സംഘടനാ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അനുമോദന ചടങ്ങ് നിർവഹിക്കും. ഡെന്റ് കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. സംഘടനാ ജില്ലാ പ്രസിഡന്റ് CR സന്തോഷ് അധ്യക്ഷത വഹിക്കും. കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും നടക്കും. ഇതിന്റെ ഭാഗമായി 35ഓളം സ്റ്റാളുകൾ ക്രമീകരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ബേക്കറി വ്യവസായത്തിന് പുത്തൻ ഉണർവേകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബേക്കേഴ്സ് അസോസിയേഷൻ ബേക്കിംഗ് രംഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരു സംരംഭവനും ആവശ്യമായ മിഷനറികൾ, റോ മെറ്റീരിയൽസ്, സാങ്കേതിക നിർദ്ദേശങ്ങൾ, നാച്ചുറൽ കളറുകൾ തുടങ്ങിയവയുടെ 35ഓളം സ്റ്റാളുകൾ കൊടുക്കുന്ന എക്സിബിഷനും സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാർ ചെയ്തിട്ടുണ്ട്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ 10ാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഇത്തവണ അടിമാലിയിൽ നടക്കുന്നത്. ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റ് PM ശങ്കരൻ, ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കിരൺ S പാലക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ, സംസ്ഥാന സെക്രട്ടറി ഡോൺ ബേസിൽ കുര്യൻ എന്നിവർ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കും. ബേക്കറി വ്യവസായത്തിലേക്ക് പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാകുന്ന നിലയിലാണ് ബേക്കറി എക്സ്പോ ക്രമീകരിച്ചിട്ടുള്ളത്. എക്സ്പോയിലെ സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിന് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ജില്ലാ പ്രസിഡന്റ് CR സന്തോഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് NVs തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാമാക്ഷി ഉദയഗിരിക്ക് സമീപം ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. കൈരളിപ്പടിക്ക് സമീപമാണ് അപകടം നടന്നത്. അപകടത്തിൽ മദ്യവ്യസ്കയായ സ്ത്രീക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിലെത്തിയ കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ റോഡിന്റെ വലതുവശത്തേക്ക് ഒതുക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും യാത്രക്കാരിയായ സ്ത്രീ പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. വീഴ്ചയിൽ സ്ത്രീക്ക് സാരമായി പരിക്കേറ്റു. പ്രകാശ് ടവർ ജംഗ്ഷൻ കൊച്ചുമമ്പലത്ത് സുരേന്ദ്രന്റെ ഭാര്യ ഫിലോമിനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തങ്കമണി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഉപ്പുതറ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷം. 9 ഏക്കർ 10 ഏക്കർ ഭാഗങ്ങളിൽ സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെ നായ്ക്കൾ കൂട്ടത്തോടെ എത്തുന്നത് വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിക്കഴിഞ്ഞു. നായ്ക്കളെ തുരത്തുവാൻ ശ്രമിച്ചാൽ ഇവ കൂടുതൽ ആക്രമണകാരികളാകുന്നതായും പരാതിയുണ്ട്. 9 ഏക്കർ 10 ഏക്കർ ഭാഗങ്ങളിൽ സ്കൂൾ സമയത്തുൾപ്പെടെ കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കൾ ഭീതി സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. നമുക്കറിയാം ഉപ്പുതറ ടൗൺ ഉൾപ്പെടെയുള്ള 9 ഏക്കർ വാർഡിലാണ്, ടൗൺ വാർഡിലാണ് ഏറ്റവും കൂടുതൽ നായ്ക്കൾ ശല്യം. ഉപ്പുതറ സന്ധ്യ കഴിഞ്ഞാൽ ഉപ്പുതറ ടൗണിൽ കൂടെ പോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ 10 ഏക്കർ മേഖല, തോട്ടം മേഖല, എസ്റ്റേറ്റ് മേഖലയിൽ 100 കണക്കിന് കുട്ടികളാണ് ഈ എസ്റ്റേറ്റ് മേഖലയിൽ കൂടെ ഈ 10 ഏക്കർ മേഖലയിൽ കൂടെ സഞ്ചരിക്കുന്നത്. ആ കുട്ടികൾക്ക് പകലെ സ്കൂളിൽ പോലും റോഡ് നടക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കും. പഞ്ചായത്തിന്റെ ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല, സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല. ഒരു പട്ടി എറിയാൻ പോലും പറ്റുന്നില്ല. കുട്ടികൾക്ക് ഒരു കടിക്കാൻ പറ്റുന്ന കുട്ടിയുടെ പട്ടിയെ എറിയോ അതിനെ അടിക്കുകയോ അതിനെ കൊല്ലുകയോ ചെയ്താൽ ആ കൊല്ലുന്നവൻ അല്ലെങ്കിൽ അടിക്കുന്നവനെതിരെ കേസെടുക്കുന്ന നിയമമാണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയത്. പുതിയ സർക്കാർ പോലും നാട്ടുകാർക്കും ഇവിടുത്തെ കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ള വലിയ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. നാട്ടുകാരെ ഉൾപ്പെടെ ഭീതിയിലാഴ്ത്തുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നടന്നു. കോളേജിലെ 1ാം വർഷ ആൺകുട്ടികൾക്കായാണ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. പൈനാവിൽ PWD വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് പുതിയ ഹോസ്റ്റലിന്റെ പ്രവർത്തനം. ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടം ജില്ലാ കളക്ടറുടെ താൽപര്യപ്രകാരമാണ് എഞ്ചിനീയറിംഗ് കോളേജിന് വിട്ടു നൽകിയത്. കോളേജ് PTA മുൻകൈയെടുത്ത് 5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. As in the working engineering department of the college as such, this has come out really well. And adu koodade we have also been associated with the college in different projects. Innala vanne kore kuttigal projects cheyidittundairunnu. We are so happy. Adu thank you. നമ്മുടെ അങ്ങോട്ട് വെച്ച ആശയത്തിന് നല്ലൊരു രൂപം നൽകിയിട്ട് നിങ്ങൾ വലിയ തോതിലുള്ള ഒരു സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത കാര്യം ചെറുതല്ല. That is going to change the way governance is going to happen in Idukki. ഹോസ്റ്റൽ വാർഡൻ പ്രൊഫസർ ഉമേഷ് ACA ചടങ്ങിൽ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് റോയി ജോസഫ്, വിവിധ വകുപ്പ് മേധാവികളായ ഡോക്ടർ രഘുനാഥൻ രാജേഷ്, ഡോക്ടർ മഞ്ജു മാനുവൽ, ഡോക്ടർ ഡോളി മേരി, ഡോക്ടർ മധു KP, സീൻമാരായ സന്തോഷ് കുമാർ, പ്രമോദ് VK, ഷെരീഫ് RM, പ്രോഗ്രാം ഓഫീസർ ഫിലിമോൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതോണി ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. 11 kV കടന്നുപോകുന്ന വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതാണ് ഭീഷണിക്ക് കാരണം. ചെറുതോണി ടൗണിന്റെ ഹൃദയഭാഗത്താണ് റോഡിലേക്ക് ചെരിഞ്ഞ 11 kV വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ പോസ്റ്റിൽ നിന്നുമാണ് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത്. അപകട ഭീഷണിയിലായ വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതേ തുടർന്ന് KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും സ്റ്റേ ലൈൻ വലിക്കാൻ കെട്ടിട ഉടമ അനുമതി നൽകിയില്ല. ഹൃദയഭാഗത്ത് ഒരു 11 kV പോസ്റ്റ് ഇങ്ങനെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. KCB ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞ് ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഒത്തിരി പേരും മരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി വരുമ്പോൾ സമീപവാസികൾ അതിന് എതിര് നിൽക്കുന്നു. അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ പോസ്റ്റ് എത്രയും പെട്ടെന്ന് മാറ്റിത്തരിക എന്നുള്ള മാത്രമേ ഒരു അപേക്ഷയുള്ളൂ. KCB ഉദ്യോഗസ്ഥർ മാസങ്ങൾക്ക് മുൻപ് RDOയ്ക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി അപകട ഭീഷണിയിലായ വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വഴിയോര കടകൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം ഒഴിയണമെന്നും അല്ലാത്തപക്ഷം പാതയോരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. നാളുകൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വീണ്ടും വഴിയോര കടകൾ സ്ഥാപിച്ച സാഹചര്യത്തിലാണ് ദേശീയപാത വിഭാഗത്തിന്റെ നടപടി. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയോരത്ത് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള വഴിയോര പെട്ടിക്കടകൾ നീക്കം ചെയ്യണമെന്നാണ് ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കടകളിൽ പതിക്കുകയും വഴിയോര കടകൾ നടത്തുന്നവർക്ക് കൈമാറുകയും ചെയ്തു. നോട്ടീസ് ലഭിച്ച 7 ദിവസത്തിനകം കടകൾ നീക്കം ചെയ്യണമെന്നാണ് അറിയിപ്പ്.
അല്ലാത്തപക്ഷം കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവ് കടയുടമകളിൽ നിന്ന് ഈടാക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. നാളുകൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിൽ വഴിയോരക്കടകൾ ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വീണ്ടും വഴിയോരക്കടകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാതാ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി. 2-ാം മൈലിലടക്കം നിരവധിയായ വഴിയോരക്കടകൾ ദേശീയപാതയോരത്തുണ്ടായിരുന്നു. ഇവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടു. മൂന്നാർ മേഖലയിൽ വഴിയോരക്കടകൾ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതിഷേധമുയരുകയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതോടെ നീക്കം നിലച്ചു. മാസങ്ങൾ പിന്നിട്ടതോടെ പുതിയതായി വീണ്ടും മറ്റു പലയിടങ്ങളിലുമായി വഴിയോരക്കടകൾ രൂപം കൊണ്ടു. വഴിയോരക്കടകൾ വർദ്ധിച്ചാൽ വീണ്ടും ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നീക്കവുമായി ദേശീയപാതാ വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. മറയൂരിനൊപ്പം മൂന്നാർ മേഖലയിലും ജനവാസ മേഖലയിൽ കാട്ടാനശല്യം തുടരുന്നു. പതിവ് പോലെ പടയപ്പയാണ് പ്രദേശത്തെ പ്രശ്നക്കാരൻ. മൂന്നാർ ചുണ്ടുവാരയിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ആന കൃഷിനാശം വരുത്തുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യവും ശക്തമാണ്. മറയൂരിനൊപ്പം മൂന്നാറിലും ജനവാസ മേഖലയിൽ കാട്ടാനശല്യം തുടരുകയാണ്. തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാകുന്ന സ്ഥിതിയുണ്ട്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായിട്ടില്ല. നിലവിൽ കാട്ടാന ചിണ്ടുവര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത്. ചിണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശവും വരുത്തി. ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി. മുമ്പ് മഴക്കാലങ്ങളിൽ കാട് കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെ എത്തി തീറ്റ തേടിയിരുന്നത്. ആനയുടെ ഈ പ്രവണതയ്ക്കിപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച ശൗചാലയം സാമൂഹിക വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി മാറുന്നു. കാട് കയറിയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുമാണ് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പരിസരം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ്. നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് പൊതു ശൗചാലയം വേണമെന്ന ആവശ്യം നാളുകൾക്ക് മുൻപേ ഉയർന്നതാണ്. ഒടുവിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയതല്ലാതെ ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. നിർമ്മാണം പൂർത്തിയായ ശൗചാലയത്തിന് ചുറ്റും നിലവിൽ കാട് കയറിയും ഇഴജന്തുക്കളുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ഇന്ന് അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളിന് അതിൻ്റെ ബില്ല് മാറി കിട്ടുകയോ അതിന് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയോ ഇന്ന് ജനങ്ങൾക്ക് അത് സൗകര്യപ്രദമായ രീതിയിൽ അതൊന്ന് തുറന്ന് കൊടുക്കുവാനുള്ള ഒരു സംവിധാനമോ ഇന്ന് നിലവിൽ ഇല്ല. വർഷങ്ങളായി ഇന്ന് അവിടെ കാണപ്പെടുന്നത് നമുക്ക് സാമൂഹിക ദ്രോഹികൾ അവിടെ എന്ത് ചെയ്യുന്നു, അഴിഞ്ഞാടുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ഇന്ന് ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ വരുന്നു, സീസണാണ്, ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നു, ആ ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇന്ന് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണപ്പെടുന്നത്. KCB ആണ് അതിന് അവകാശവാദം പറയുന്നത്. KCBയുടെ പ്രോപ്പർട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം വളരെ മോശമായ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ പരിസരവും കൂടി ഒന്ന് കൃത്യമാകുന്ന രീതിയിൽ ഇന്ന് നമുക്ക് വിഷ്വൽ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കൂത്താടി കൊതുക് മുട്ടയിട്ട് കൂത്താടികൾ വളരുന്നതും അതുപോലെ തന്നെ ടെറസിൻ്റെ പരിസരങ്ങളും ടെറസിൻ്റെ മണ്ടയും എല്ലാം വളരെ മോശാവസ്ഥയിൽ കിടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അതിന് ഈ നാടിൻ്റെ ഒരു വികസനം എന്നുള്ള നിലയിൽ അത് കൃത്യമായി ഒന്ന് ഇടപെട്ട് അത് വേണ്ടുന്ന പരിഹാരം കണ്ടെത്തി തരണമെന്ന് മാത്രമാണ് ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക്. ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകാത്തതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെ എത്തുന്ന സഞ്ചാരികളെ വലയ്ക്കുന്നുണ്ട്. കൂടാതെ ഇതിന് സമീപത്തുള്ള വാട്ടർ ടാങ്കിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുമുണ്ട്. അതേസമയം ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു നൽകാൻ തടസ്സം നിൽക്കുന്നത് KCB ആണെന്ന പരാതിയും ഉയരുന്നുണ്ട്. കട്ടപ്പന വലിയകണ്ടം മാനാന്തടം പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രദേശത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് MLA ഫണ്ടിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ 5 ലക്ഷം രൂപ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി വകയിരുത്തിയത്. നിർമ്മാണം പൂർത്തീകരിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മാനാന്തടം ഭാഗത്ത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ആവശ്യമാണെന്ന് കാണിച്ച് റെസിഡന്റ് അസോസിയേഷനും അവരുടെ കോൺസ്റ്റിറ്റ്യൂൻസി ഷാരിയും എല്ലാം ആവശ്യപ്പെട്ടു. ഞാൻ അവരുടെ യോഗത്തിൽ പങ്കെടുപ്പിച്ചു. വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു റെസിഡന്റ് അസോസിയേഷനാണ്. ഈ നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് നല്ല നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങളെല്ലാം
വളരെ നല്ല നിലയിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് നാടിന്റെ വികസനത്തിന് തന്നെ ആക്കം കൊടുത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അനുവദിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് സാധിച്ചു. അതോടെ തന്നെ അസോസിയേഷന്റെ മീറ്റിംഗിന് വന്നപ്പോഴാണ് ഇവിടുന്ന് ഭദ്രമഠത്തിലേക്കുള്ള റോഡിന്റെ ഒരു തുക നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. 30 ലക്ഷം രൂപ അതിന് അനുവദിച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് ടെൻഡർ ചെയ്ത് അതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കും. അതോടൊപ്പം നമ്മൾ കാണുന്ന ഈ റോഡ്, നമ്മുടെ മുൻവശത്തുള്ള ഈ റോഡ് BMBC നിലവാരമുള്ള റോഡാക്കി മാറ്റും. അങ്ങനെയാണ് നമ്മുടെ കട്ടപ്പനയിലെ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെല്ലാം, കട്ടപ്പന ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ രംഗത്ത് ഗതാഗതം കുറയുന്നു, ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ ആകുന്നു, നാടിന്റെ വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് നേട്ടമായി മാറ്റാനായിട്ട് കഴിയും. ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു. CPM സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR മുരളി, നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PN സുരേഷ്, SNDP നോർത്ത് ശാഖായോഗം പ്രസിഡന്റ് മനോജ് പതാലിൽ, സാബു തൊട്ടിയിൽ, വിപിൻ വിജയൻ, ജോബി മാനന്തടം, സിച്ചോ തൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബാൻഡ് അരങ്ങേറ്റവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നീറനാക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് ബാൻഡ് ട്രൂപ്പ് പരിശീലനം പൂർത്തിയാക്കിയത്. ജില്ലയിലെ പ്രമുഖ ബാൻഡ് കലാകാരൻ വർഗീസ് മാഷിന്റെ ശിക്ഷണത്തിൽ 1 വർഷക്കാലമായി ബാൻഡ് അഭ്യസിച്ചു വന്ന കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ജയൻ AJ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നീറനാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ കുഞ്ഞനുജന്മാരെയും അനിയത്തിമാരെയും അണിനിരത്തിക്കൊണ്ട് നല്ല ഒരു ബാൻഡ് സെറ്റിന് ഇന്ന് ഈ സ്കൂള് രൂപകൽപ്പന നൽകിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് മറ്റ് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും അവരെ പ്രാവീണ്യത്തിലേക്കുക. നമുക്കറിയാം, നമ്മളൊരു കുട്ടിയെ ഒരു സ്കൂളിൽ വിട്ടുകൊണ്ട് വിട്ടു കഴിയുമ്പോൾ അവന് ഏത് രീതിയിൽ വളർന്നു നമുക്ക് അറിയത്തില്ല. ഒന്നും അറിയാതെയാണ് നമ്മുടെ കൊച്ചിനെ 1ാം ക്ലാസ്സിലെയോ അതുപോലെ തന്നെ LKG കൊണ്ടുവരുന്നത്. അവനെ പഠിച്ച് പരുവപ്പെടുത്തി ഈ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുകൊണ്ട് അവരെ ഈ നാടിന്റെ വലിയ വ്യക്തിത്വങ്ങളായി മാറ്റുന്നവരാണ് ഇവിടുത്തെ അധ്യാപകര്. പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ വിവിധങ്ങളായ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈൻ റിജി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ മോഹൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ CM, സ്റ്റാഫ് സെക്രട്ടറി അപർണ സജീവ്, ജിഷ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദീപിക കളർ ഇന്ത്യ മത്സരത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലുടനീളം 10 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ് കളർ ഇന്ത്യ. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, നാം ഒരു കുടുംബം എന്ന ആശയങ്ങളിൽ നിന്നുകൊണ്ട് വർഗീയതയ്ക്കപ്പുറം ഏകതയുടെ പുതിയ ഭാരതം കുട്ടികൾ രചിക്കുന്നതിന്റെ സാക്ഷ്യം കൂടിയാണ് മത്സരമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വലിയ ആഘോഷമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദീപിക ഈ മത്സരം നടത്തുമ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് കുട്ടികളിൽ നല്ല ബോധ്യം മനസ്സിൽ രൂപപ്പെടുന്നതിനുള്ള അവസരം രൂപപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടം എത്രത്തോളം ശക്തമാക്കണം എന്നുള്ള നല്ല മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത്. അതിനെ കളറെടുത്ത ഈ തെരഞ്ഞെടുത്ത സ്കൂള് എന്തുകൊണ്ടും വളരെ ഭംഗിയായി എന്നെനിക്ക് തോന്നുകയാണ്. കുട്ടികളെ ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുവാനും അവരിലേക്ക് ചിന്ത എത്തിക്കുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ശ്രീകാരൻ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ, ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് ഏനാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
DFC സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT തോമസ് ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, ഫാദർ ജെയിംസ് പ്ലാക്കാട്ട്, ഫാദർ അജീഷ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൽപ്പകോദ്യാനം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 50ഓളം തെങ്ങിൻ തൈകൾ സ്കൂൾ പരിസരത്ത് നടുന്ന പദ്ധതിക്കാണ് NSSന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. തെങ്ങും തൈകൾ പരിപാലിക്കുന്നതിന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ചുമതല നൽകിയിരിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പേര, ചാമ്പ, മാവ് ഒക്കെയുള്ള സാധനങ്ങൾ ഇവിടെ നട്ട് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ വന്ന് അതിന്റെ ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് പറിച്ച് തിന്നാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പസ് തന്നെ ഒരു മനോഹരമായി മാറും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് ഈ അധ്യയന വർഷത്തിൽ നടക്കണം. അപ്പോൾ എല്ലാ കുട്ടികളുടെയും എല്ലാവിധ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് തുടർന്നും നല്ല നല്ല പ്രോഗ്രാമുകൾ കാർഷിക രംഗത്തേക്കും അതുപോലെ മറ്റ് മേഖലകളിലേക്കും എല്ലാം കൊണ്ടുവരണം. PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, കൃഷി ഓഫീസർ ഡെല്ല തോമസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജ് അഗസ്റ്റിൻ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ VJ, ഹെഡ്മാസ്റ്റർ ഷിനു മാനുവൽ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. തേക്കടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരുടെ ഇഷ്ട കേന്ദ്രമായി ഒട്ടകത്തലമേട്. തേക്കടിയുടെ കവാടമായ കുമളിയിൽ നിന്നും 4.5 കിലോമീറ്റർ മാത്രം അകലത്താണ് ഒട്ടകത്തലമേട് സ്ഥിതി ചെയ്യുന്നത്. കുമളി മൂന്നാർ റോഡിൽ 1-ാം മൈലിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒട്ടകത്തലമേട്ടിൽ എത്താം. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് ഇവിടെ പണികഴിപ്പിച്ചിട്ടുള്ള വാച്ച് ടവറിൽ കയറി നിന്നാൽ ചുറ്റുമുള്ള മലനിരകളുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ കഴിയും. തേക്കടി ജലാശയത്തിന്റെ മനോഹര ദൃശ്യം, മംഗളാദേവി മല, ശബരിമല വനത്തിന്റെ വിദൂര കാഴ്ച, രാമക്കൽ മേട, തമിഴ്നാടിന്റെ ഭാഗമായ മേഘമലയുടെ കാഴ്ചകൾ തുടങ്ങിയവ ഇവിടെ നിന്ന് ആസ്വദിക്കാനാകും. സീസൺ സമയങ്ങളിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. ഓരോ വർഷവും ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുമുണ്ട്. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഇടമായി ഒട്ടകത്തലമേട് മാറിക്കഴിഞ്ഞു. കൂടാതെ ചെറുതും വലുതുമായ നിരവധി ഹോം സ്റ്റേകളും ഇതിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട്. മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കാൻ പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അനിൽകുമാർ പറയുന്നു. നമ്മൾ ഒട്ടകത്തില് മെനമേട് 12-ാം വാർഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒട്ടകത്തിലെ വാച്ച് ടവറിന്റെ അത് മെയിൻ്റനൻസിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് ഫണ്ട് വന്നാൽ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളത് 2 പ്രാവശ്യം ലേലം ചെയ്തതാണ്. ലേലം ചെയ്തിട്ടും ആരും എടുത്തില്ല. അപ്പോൾ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്താൽ നല്ലതായിരിക്കും. പിന്നെ റോഡ് കുറച്ച് ഭാഗങ്ങൾ റോഡ് ചെയ്യാനുണ്ട്. ബാക്കി MLA ഫണ്ടിൽ നമ്മൾ അത് തറയോട് പതിപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ്. അത് അങ്ങനെയാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചേക്കുന്നത്. നമുക്ക് ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. ഫണ്ട് വന്നാൽ ഉടനെ ചെയ്യും. അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തേക്കുന്ന എടുത്താലും നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമാണ്. തേക്കടിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളിൽ ഏറെയും ഒട്ടകത്തലമേട്ടിലെത്തി ദൃശ്യഭംഗി ആസ്വദിച്ചാണ് പോകാറ്. ഇടുക്കിയുടെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്ന ഇടം കൂടിയാണ് ഒട്ടകത്തലമേട്. ഇവിടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇനിയും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 288, വിൽപ്പനയ്ക്ക് വന്നത് 70,777, വിൽപ്പന നടന്നത് 69,743, കൂടിയ വില 3,119, ശരാശരി വില 2,610. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 370, ഗ്രാമ്പു 800, കൊക്കോ 90, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,470 രൂപ, വെള്ളി 127. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഉണർവിനും പുതിയ സാങ്കേതിക വിദ്യകൾ വിരളമെന്ന് പരാതി. സാങ്കേതിക വിദ്യകൾ വിവിധ തൊഴിൽ മേഖലകളിൽ സജ്ജമാക്കുന്നതിനൊപ്പം ഇവ കർഷകരെ പ്രാദേശിക തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും നിലവിലെ കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടതിനും വിവിധ പദ്ധതികൾ അനിവാര്യം. HUCN അന്വേഷണ പരമ്പര തുടരുന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ അനുവദിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുവാനും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞ ഒരു സേനാ വിഭാഗമായി SPC വളർന്നു കഴിഞ്ഞെന്ന മന്ത്രി. ചിന്നക്കനാലിൽ യുവതിയുടെ പക്കൽ നിന്നും പേഴ്സ് തട്ടിയെടുത്ത് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. അറസ്റ്റിലായത് എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഇലവുങ്കൽ ആരിഷ്. കോടതി വിധിയും തുടർ പ്രതിസന്ധിയും രൂപം കൊണ്ടതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നീലിമംഗലം വനമേഖലയിലെ നിർമ്മാണ ചുവടുകൾ നിലച്ചത് ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് വലിയ പ്രതിസന്ധി. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി റോഡരികിലെ മണ്ണ് നീക്കിയതോടെ ചെറുതും വലുതുമായ നിരവധി മരങ്ങൾ നിൽക്കുന്നത് ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ. ഈ മേഖലയിൽ റോഡ് നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.